ചരിത്രത്തിലാദ്യമായി പൊന്നാനിയിൽ LDF വിജയിക്കുന്ന സാഹചര്യമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് വോട്ട് വർദ്ധിക്കുമെന്നും ഖലീമുദ്ദീൻ. LDFന് മേൽക്കൈയുള്ള പൊന്നാനി, തൃത്താല, തവനൂർ മണ്ഡലങ്ങളിൽ വലിയ മാർജിനിലുള്ള ലീഡാണ് പ്രതീക്ഷിക്കുന്നത്. UDF MLAമാർ പ്രതിനിധീകരിക്കുന്ന കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി എന്നിവിടങ്ങളിൽ LDF ഒപ്പത്തിനൊപ്പം എത്തുകയും താനൂർ, തെരൂർ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യും. മണ്ഡലം രൂപീകൃതമായ 1977 ശേഷം LDF വിജയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. UDF അനുകൂല മണ്ഡലങ്ങളിലാണ് പോളിംഗ് കുറഞ്ഞത്. കൂടാതെ UDFിലെ ഒരു വിഭാഗം സംഘടിതമായി വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ട് BJPയിലേക്ക് മടങ്ങിയെത്തിയ സാഹചര്യമാണെന്നും മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായി LDFന് അനുകൂലമായി വോട്ട് ചെയ്തതായും PK ഖലീമുദ്ദീൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. നിലവിൽ പരമ്പരാഗതമായ ഇടതുപക്ഷ മണ്ഡലങ്ങളായ തൃത്താല, പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിൽ വലിയ മാർജിനുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ടാകും. മുസ്ലിം ലീഗിന് പൊതുവെ മേൽക്കൈ നേടുന്ന കോട്ടകലും അതുപോലെ തന്നെ തിരൂരങ്ങാടിയിലും ഇടതുപക്ഷത്തിന് നല്ല പ്രതീക്ഷയാണുള്ളത്. താനൂരും അതുപോലെ തന്നെ തിരൂരും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം വരും. അങ്ങനെ പൊന്നാനി ലോക്സഭാ മണ്ഡലം 1977 ശേഷം ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവസാനം നടന്നത്. അതിലേറെക്കുറെ വോട്ടുകളൊക്കെ BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അന്ന് പൊന്നാനി അസംബ്ലിയിൽ പോയിരുന്നു. മറ്റു പലയിടത്തും അതങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ വോട്ടുകളൊക്കെ തിരിച്ച് BJPക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല മാർജിനിൽ പൊന്നാനിയിൽ അസംബ്ലിയിൽ നല്ലൊരു മാർജിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത് UDF അനുകൂല ബൂത്തുകളിലാണ്. അല്ലെങ്കിൽ അത്തരം ബൂത്തുകളിലെ UDF വോട്ടുകളുടെ കുറവാണ് മേജറായി സംഭവിച്ചുള്ളത്. സ്വാഭാവികമായ വോട്ട് കുറവ് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി സംഘടിതമായി വോട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് UDF ക്യാമ്പുകളിലാണ്. അതുകൂടി ഈ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ മെജോറിറ്റി കിട്ടും എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.